ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ആണ്. കഴിഞ്ഞ വട്ടം ഞാൻ മിൽക്ക് ചോക്ലേറ്റിന്റെ റെസിപ്പി ഇട്ടപ്പോൾ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊക്കോ പൗഡർ വെച്ചിട്ട് ചോക്ലേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തൊന്നും അല്ല എടുക്കുന്നത്, വളരെ സിമ്പിളായിട്ട് മിക്സിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും ബട്ടറും ഒരു പാക്കറ്റ് അമൂല്യയുടെ മിൽക്ക് പൗഡറും അതുപോലെ തന്നെ 3 സ്പൂണ് കൊക്കോ പൗഡറും ആണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 സ്പൂണ് കോക്കനട്ട് ഓയിൽ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പാക്കറ്റ് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൽ മിൽക്ക് പൗഡറിന്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 3 സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടായിരിക്കും. ഇനി ഇത് 1 മിനിറ്റോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയിൽ ഒട്ടും തന്നെ തരിയുണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇനി 3 സ്പൂണ് ബട്ടറും അതുപോലെ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 സ്പൂണ് കോക്കനട്ട് ഓയിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് അല്പം സെറ്റ് ആയിരിപ്പുണ്ടായിരുന്നു. ഇനി ഞാനിത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു 1/4 കപ്പോളം ബട്ടറിന്റെ മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ നടുക്കായിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു പ്രാവശ്യം അടിച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 30 സെക്കൻഡോളം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന എണ്ണ നമുക്കൊന്ന് മാറ്റിക്കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെളിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഓയിലൊന്ന് മാറ്റിക്കളയണം. പക്ഷെ ഞാനത് ചെയ്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതിലൊക്കെ നല്ലപോലെ ഓയിലിൻ്റെ അംശം ഉണ്ടായിരുന്നു. ഇനി ഒരു മോൾഡിലോ അല്ലെങ്കിൽ ഒരു ഐസ് ട്രേയിലോ ഇതുപോലെ വെച്ച് കൊടുത്ത് ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ആണിത്. അപ്പോൾ വളരെ സിമ്പിളാണിത് ചെയ്തെടുക്കാനായിട്ട്. സാധാരണ ചെയ്യുന്നതിലും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.